ഇത് അഗർവാം എന്ന് പറയുന്ന വിളിക്കുന്നത്. ഇദ്ദേഹം ഈ അടുത്തിടയ്ക്ക് സുന്നി സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായല്ലോ. അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണെന്നൊക്കെ പറയുന്ന തരത്തില്. അത് പറയാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും? ഹലോ, സ്ത്രീ പുരുഷ സമത്വം ഉണ്ട് എന്ന് ചിലർ പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞതാ. ശരിയല്ല. അതെ, സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. സ്ത്രീ പുരുഷ സമത്വം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആവശ്യമില്ലെന്ന് അല്ല, അങ്ങനെ ഇല്ല, ഉണ്ടാക്കാൻ കഴിയുകയും ഇല്ല. ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളിവിടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നവര് മതങ്ങളുടെ നേതാക്കന്മാർ വേറെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലും അള്ളാഹു അല്ലെങ്കിൽ ഖുറാനിലോ എവിടെയും സ്ത്രീ രണ്ടാം തരക്കാരിയായിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമത്വം ഉണ്ടെന്നല്ലേ അതിനർത്ഥം? രണ്ടാം തരം ഒന്നാം തരം എന്ന വകതിരിവല്ല. പുരുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടതെന്നും സ്ത്രീകൾക്ക് ഭക്ഷണം നൽകേണ്ടതെന്നും സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ പ്രാധാന്യം പുരുഷന്മാർക്കാണ് ആ വിഷയത്തിലുള്ളതെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായും മൊത്തത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് മുൻപന്തിയിലുള്ളതെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ ഖുർആൻ മനസ്സിലാക്കാത്തവരാണ്. നമ്മൾ അദ്ദേഹം പറയുന്നതിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നൊരു വാക്ക് തന്നെ അവിടെ അർത്ഥമില്ലാതെ ആവുകയാണെന്നാണ് പറയുന്നത് അല്ലേ? പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കേണ്ടവനാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കണം, പുരുഷൻ സ്ത്രീയെ വളർത്തണം, പുരുഷൻ സ്ത്രീക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, താമസ സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. പുരുഷന്മാരെ സംരക്ഷിക്കണം എന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല. പള്ളി പ്രവേശത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായമാണ് ഇവിടെ പ്രധാനമായി വിഷയീഭവിക്കാനുള്ള കാരണം? സ്ത്രീ പുരുഷ സമത്വം ഇല്ലെന്നുള്ളത് കഴിഞ്ഞു. അത് മറ്റൊരു വാദം.